എൻ പ്രഭാകരൻ്റെ കുടകുറിപ്പുകൾ എന്ന യാത്രാവിവരണത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള ഒരു മരം ഒറ്റമരം എന്നുള്ള അധ്യായമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ, അതായത് ഒന്നാമത്തെ അധ്യായത്തിൽ കാഞ്ഞിരക്കൊല്ലിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേഖകൻ്റെ കാഞ്ഞിരക്കൊല്ലിയിലെ രണ്ടാം ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. പകൽ വെളിച്ചം മിക്കവാറും മാഞ്ഞു കഴിഞ്ഞു. കാറ്റടങ്ങി. നാലു ദിക്കിലും മ്ലാനമായൊരു നിശ്ചലത പരന്നു. സന്ധ്യകളെ ഏറ്റവും ദുഃഖമയമായി തീരുന്നത് നാഗരികതയുടെ തിക്കും തെളിച്ചങ്ങളും ഇല്ലാത്ത ഇടങ്ങളിലാണ്. ലേഖകൻ ഇങ്ങനെ പറയും, നാഗരികതയാണെങ്കിൽ അവിടെ ആകെ വെളിച്ചവും ബഹളമയവും ആവുമല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെയില്ലാത്ത ഈ ഗ്രാമപ്രദേശങ്ങളിലാണ് നാഗരികത ഒരു തെളിച്ചമില്ലാണ്ടായി മാറുന്നത് എന്ന് പറയണം. പ്രകൃതിയുടെ ഭാഗമായിട്ട് ജീവിക്കുന്നവർ എന്ന് മറ്റുള്ളവർക്ക് തോന്നാവുന്ന മലയോരവാസികളുടെ അനുഭവം വ്യത്യസ്തമായിരിക്കാൻ ഇടയില്ല. മനുഷ്യർ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളും വെളിച്ചങ്ങളും ചലനങ്ങളും വന്നു നിറയുന്നില്ലെങ്കിൽ എല്ലാ അസ്തമയങ്ങളിലും വേദനയുടെ നിഴൽ പരക്കും. നഷ്ടപ്പെട്ട പകൽ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതായി കഴിഞ്ഞതാണെന്ന അബോധമായ അറിവിൻ്റെ നീറ്റലിൽ ഇത്തിരി നേരത്തേക്കെങ്കിലും ആളുകൾ മൗനികളാവും. അപ്പോൾ പ്രകൃതിയുമായിട്ട് അടുത്തിടപഴകി ജീവിക്കുന്ന ആദിവാസി വർഗങ്ങൾ അല്ലെങ്കിൽ ഗോത്രവർഗങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിലും അവരിലും ഈ ഒരു പ്രത്യേകത കാണുന്നുണ്ട് എന്ന് പറയണം. അതായത് അസ്തമയം കഴിഞ്ഞു കഴിഞ്ഞാലുള്ള വല്ലാത്തൊരു നിശബ്ദത അതവിടെ ആകെ പരക്കും. ക്രിസ്ത്യൻ പള്ളിക്ക് പിന്നിൽ നിരപ്പായിട്ടുള്ള ഒരിടത്തിരുന്ന് കുടകുകാടിൻ്റെയും പെരുമ്പരപ്പിനു മേലെ പതുക്കെ ഇരുൾ പരക്കുന്നത് കണ്ടു നിൽക്കെ ഞങ്ങളാരും ഒന്നും ഉരിയാടിയില്ല എന്ന് ലേഖകൻ പറയും. അപ്പോൾ പെട്ടെന്ന് ബേബി ഇങ്ങനെ പറഞ്ഞു, ഇത് ആ കാണുന്ന ഒറ്റ മരമില്ല, അവിടെ എത്തിയാൽ കുടകായി. അപ്പോൾ കാടിനപ്പുറം ബേബിയുടെ ചൂണ്ടുവിരലെ കണ്ണുകളെ നയിച്ചെടുത്ത് ഞങ്ങളൊരു മരം കണ്ടു എന്ന് അദ്ദേഹം പറയണം. അപ്പോൾ രണ്ട് കുന്നിൻ മടക്കുകളെ ഒന്നായിത്തീരുന്ന താഴ്ചയുടെ തുടക്കത്തിൽ ഒറ്റയായി ഒരു സൗമ്യ സാന്നിധ്യം, സാധാരണ കാഴ്ചയിൽ വിശേഷിച്ചൊന്നും തോന്നിക്കാനിടയില്ലാത്ത ആ മരം ബേബി ഉച്ചരിച്ച കുടക് എന്ന നാട്ടുപേരിനോട് ചേർന്നതോടെ ഞൊടിയിടയിൽ ഒരു വിശുദ്ധ വൃക്ഷമായി മാറി. അതായത് അവർ കുടക് കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ബേബി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണം. ബേബി അവരുടെ ഒപ്പമുള്ള ആൾ ദൂരെ ഒരു മരം കാണിച്ചു കൊടുത്തിട്ടും ആ കാണുന്നില്ലേ, ആ മരത്തിൻ്റെ അവിടെയാണ് കുടക്, ആ മരം കഴിഞ്ഞാൽ കുടകായി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണല്ലേ വെച്ചാൽ ആ ഒരു വിശുദ്ധമായിട്ടുള്ള പരിവേഷം കുടകിനോട് ആ ഒരു മരത്തിനോട് വല്ലാത്തൊരു ആരാധന ആ സമയത്ത് തോന്നിയെന്ന് പറയും. അപ്പോൾ പിറ്റേന്ന് രാവിലെ 8 മണിക്ക് അവർ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി കുട്ടിമാവിൽ നിന്ന് ചെറിയൊരു ചായ കുടി കഴിഞ്ഞ് ദാമു, ഉണ്ണി, ബക്കളം ദാമോദരൻ, ബേബി, പിന്നെ നമ്മളുടെ ലേഖകൻ, ഇത്രയും പേര് അടങ്ങുന്ന സംഘം കാട് കടന്ന് കുടകിലെത്താനുള്ള ഉത്സാഹവുമായിട്ട് ഇറങ്ങി. നടന്ന് ആ മരം കണ്ട അതിനെ കുടക് കാണാനായിട്ട് പോവുകയാണ് ഇത്രയും ആളുകൾ കൂടിയിട്ട്. ഇപ്പോൾ കരിമ്പാലന്മാരുടെ പുൽക്കുടിലുകൾക്ക് മുന്നിലൂടെ താഴേക്ക് പോയ നാട്ടുവഴി ചിറ്റാരിയിലെ അനാദി പീടിക പിന്നിടാൻ തുടങ്ങിയപ്പോൾ ബേബി ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ വിചാരിക്കും പോലെയല്ല, കാടങ്ങ് കയറി ചെല്ലുമ്പോൾ വിശന്നു പൊരിയും, എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കണം, ഇല്ലെങ്കിൽ ചുറ്റിപ്പോകും. ബേബിയുടെ ഉപദേശം സ്വീകരിച്ച് അവർ എല്ലാവരും കൂടി അവിലും വെല്ലവും തേങ്ങയും വാങ്ങി പൊതി കെട്ടിയെടുത്തു. ബേബിയാണ് അവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൂടെ. ബേബിയെക്കുറിച്ച് ഇന്നലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18കാരനായിട്ടുള്ള ഒരു പയ്യനാണ്. അവനിങ്ങനെ ഒരു പാമ്പിനെ വെടിവെച്ച കഥ വളരെ സൂക്ഷ്മമായിട്ട് വിവരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇന്നലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അവർ അവിലും വെല്ലവും തേങ്ങയൊക്കെ വാങ്ങിയിട്ട് നടക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ചിറ്റാരി അവസാനിക്കുന്നിടത്ത് ഉടുമ്പപ്പുഴ. മന്തപ്പൻ ഈ പുഴയിലിറങ്ങി കാലും മുഖവും കഴുകി ഉടുമ്പയിൽ അമ്മയ്ക്ക് തേങ്ങ എറിഞ്ഞാണ് മുന്നോട്ട് പോയത്. മന്തപ്പൻ ഇന്നലെ ഈശ്വരൻ മനുഷ്യനായി കാട് കയറിയ മന്തപ്പൻ പിന്നെ ഈശ്വരനായി തിരിച്ചിറങ്ങി എന്ന് പറഞ്ഞല്ലോ ആ മന്തപ്പൻ. ആ പുഴയിൽ വെള്ളം കുറവായിരുന്നു. നടുവിൽ മാത്രം കഷ്ടിച്ച മുട്ടറ്റം വരെ കുറച്ചകലെ ഇത്തിരി ആഴമുള്ളിടത്ത് പെണ്ണുങ്ങൾ തുണി അലക്കുന്നതും ഉടുതുണിയില്ലാതെ കുട്ടികൾ പാറക്കെട്ടിൽ നിന്ന് കയത്തിലേക്ക് ചാടുന്നതും കാണാനായിട്ട് കഴിഞ്ഞു. പുഴ കടന്ന് ഏതാനും ചുവടുകൾ വെച്ചപ്പോഴോ ഫോറസ്റ്റ് പോലീസിൻ്റെ താവളായി. ടെൻറ്റുകൾക്കു മേലെ അകലാൻ മടിച്ച് പതുങ്ങി നിൽക്കുന്ന പുകയുടെ കാഴ്ചയ്ക്ക് എന്തോ ഒരു ഭംഗിയുണ്ടായിരുന്നു. ട്രാൻസിസ്റ്ററിൽ നിന്നുയരുന്ന കന്നഡ സിനിമാ ഗാനവും വെയിലിൻ്റെ ഇളമയിൽ പ്രസരിപ്പാർന്ന ചെറുമരങ്ങളും ചേർന്ന് പരിസരമാകെ പൊടുന്നനെ അപരിചിതവും അല്പം മായികവുമായിട്ട് മാറിയെന്ന് പറയും. അപ്പോൾ അതുവരെ അത്തരം കാഴ്ചകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ 4-5 കാട്ടുനായ്ക്കൾ അവരുടെ നേരെ കുരച്ച് ബഹളം വെച്ചെത്തി. പോലീസുകാരുടെ ചോറുണ്ട്
വളർന്നവരാണ് അവർ. കുരയിലും ചാട്ടത്തിലും അതിൻ്റെ ഒരു ഊക്കുണ്ടായിരുന്നു. അപ്പോൾ നായ്ക്കളെ തടഞ്ഞ ഒരു പോലീസുകാരൻ അടുത്തേക്ക് വന്നപ്പോൾ ബേബി വിനീതനായി കൊടകിലേക്ക് പോവാനാ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ചെക്ക് പോസ്റ്റിലെ ആൾക്കാരാണെന്നും പറഞ്ഞു. അപ്പോൾ കാടിൻ്റെ കാവൽക്കാരൻ ചിരിച്ചു. മറുചിരിയിൽ എല്ലാ വിശദീകരണങ്ങളും ഒതുക്കി അവരങ്ങനെ കാട്ടുവഴിയിലേക്ക് കയറി എന്ന് പറയും. ദാമുവിനെയും ഉണ്ണീനെയും കുറിച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ അവിടെ ചെക്ക് പോസ്റ്റിൽ ജോലി ചെയ്യുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബേബി അത് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ അവർ നടന്നു പോവുകയാണ്. അപ്പോൾ പഴയൊരു കൂപ്പ് റോഡായിരുന്നു അത്. പുല്ലും ചെടികളും വളർന്ന് മൂടിയിരുന്നെങ്കിലും ലോറി ചക്രങ്ങളുടെയും ആൾപ്പെരുമാറ്റത്തിൻ്റെയും ഓർമ്മകൾ അതിനെ അപ്പാടെ വിട്ടകന്നിരുന്നില്ല. അപ്പോൾ നടന്ന് കുറേ അങ്ങ് ചെന്നപ്പോൾ ഇരുവശത്തും പെരുമഴങ്ങളുടെ സാന്നിധ്യ സാന്ദ്രമായി. നൂറ്റാണ്ടുകളെ തന്നെ ഉള്ളിലൊതുക്കി പിടിച്ചതിൻ്റെ ആത്മഗൗരവം ഉണ്ടായിരുന്നു അവയുടെ ബലിഷ്ഠമായ നിൽപ്പിൽ. ആഴം കാണാതെ കൊല്ലികളുടെ ചെരിഞ്ഞു നീളുന്ന കാഴ്ചകളെ അവ ഗഹനമാക്കിയെന്ന് പറയണം. വഴികളെക്കുറിച്ച് ഇങ്ങനെ പറയാം. അപ്പോൾ ഉൾക്കാട്ടിലെ ഉയരേക്ക് പോവുകയായിരുന്നു അവർ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പാതിപ്പാറ എന്ന് കാട്ടുയാത്രക്കാരൻ പറയുന്ന പാറയ്ക്ക് അരികെത്തി. അപ്പോൾ ചിറ്റാരിയിൽ നിന്ന് കുടകിലെ ചേലാവാരം എന്ന മലഞ്ചെരിവിലേക്കുള്ള വഴിയുടെ പാതി ദൂരം പിന്നിട്ടു എന്ന് അർത്ഥം. അപ്പോൾ ഇവിടം കഴിഞ്ഞിട്ടാണ് ശരിയായ കാടും കയറ്റവും. അപ്പോൾ പാതിപ്പാറ ചിറ്റാരിയിൽ നിന്ന് കുടകിലേക്കുള്ള വഴിയുടെ പകുതി വഴിയാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് അതുകൊണ്ടായിരിക്കണം ആൾക്കാർ അതിന് അങ്ങനെ ഒരു പേര് കൊടുത്തത്. അപ്പോൾ ഏതായാലും അവിടെ എത്തി. അപ്പോൾ ഇനിയാണ് ശരിക്കുള്ള കാടും കയറ്റവും എന്ന് പറയും. പാതിപ്പാറയിൽ ഒരൊറ്റയാൻ്റെ കളിയുണ്ടെന്ന് പൈലിച്ചേട്ടൻ മുന്നറിയിപ്പ് തന്നിരുന്നു. പൈലിച്ചേട്ടൻ എന്നത് നമ്മൾ കണ്ടതാണ്. കഞ്ചാവടിച്ച് കാട്ടിലേക്ക് പോയാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറഞ്ഞല്ലോ ആ പൈലിച്ചേട്ടൻ. അപ്പോൾ പൈലിച്ചേട്ടൻ പറഞ്ഞു പാതിപ്പാറയിൽ ഒരൊറ്റയാൻ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ 4 ചുറ്റിലും കണ്ണു വായിച്ച വളരെ പതുക്കെയായിരുന്നു അവരുടെ ഓരോ ചുവടുവെപ്പും. കുറച്ചങ്ങ് പോയപ്പോൾ മുന്നിൽ നടക്കുന്ന ആൾ ആനപ്പിണ്ടം കണ്ടിട്ട് ഞെട്ടി. ഇത് കാര്യമില്ല, ഇതിന് 1 മാസത്തെയെങ്കിലും പഴക്കമുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ബേബി പറയുകയും ചെയ്തു. ബേബിക്കും അങ്ങനെ കാടുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. അപ്പോൾ കാടിന് കനം വെച്ചു കഴിഞ്ഞു. ഉൾക്കാട്ടിലേക്ക് അവർ എത്തി. സൂര്യവെളിച്ചം പമ്മി എത്തുന്ന ഇരുണ്ട വഴികൾ, പൂപ്പൽ പരന്ന കരിയിലകളുടെ കാലപ്പഴക്കം കനച്ച മണം. അപ്പോൾ കാടിൻ്റെ ചിരപുരാതനമായിട്ടുള്ള മുഴക്കത്തിന് മേലെ അകലെയും അരികെയും ഒക്കെയായിട്ട് കാട്ടുപക്ഷികളുടെ കൂവൽ അങ്ങനെ കേൾക്കുന്നുണ്ട്. കുറുകലുകൾ, കയറ്റങ്ങളിൽ സ്വന്തം കിതപ്പുമായിട്ട് ആ ശബ്ദങ്ങൾ ഇടകലരുമ്പോൾ യഥാർത്ഥത്തിൽ നാം വെറുമൊരു കാട്ടുപാതയിലൂടെ സഞ്ചരിക്കുകയല്ല, കാലത്തിൻ്റെ അനാദിയായിട്ടുള്ള വഴിയിലെ ഏതോ ഒരു അത്ഭുതത്താൽ നേരിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് എന്ന് തോന്നിപ്പോകുന്ന അദ്ദേഹം പറയണം. അപ്പോൾ ഇതാ കാട്ടുകോഴിയുടെ കാൽപ്പാട്, ഇത് കണ്ടോ, ഇതാണ് കാട്ടാടിൻ്റെ ചവിട്ടടി. നീണ്ട കയറ്റങ്ങൾ ബേബിയുടെ പ്രസരിപ്പിന് അല്പവും ഉലച്ചിൽ വരുത്തിയിട്ട്, കാരണം ബേബി സ്ഥിരമായിട്ട് ഇങ്ങനെ പോണ ആവും. അപ്പോൾ അതുകൊണ്ട് ബേബിക്ക് ഇതൊന്നും തന്നെ ഒരു പ്രശ്നമില്ല. പിന്നെ പ്രായവും പറഞ്ഞല്ലോ 18 വയസ്സുകാരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അവനൊഴിച്ച് മറ്റെല്ലാവരും തളർന്നിട്ടുണ്ട്. ശരീരത്തിൻ്റെ തളർച്ചയേക്കാൾ പല മട്ടിലുള്ള ആശങ്കകളിൽ നിന്നുയരുന്ന പാരവശ്യമാണ് അവർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നത് എന്ന് പറയും. വഴി മാറിയിരിക്കുമോ, ഇനിയും ഒരുപാട് ദൂരം ഇങ്ങനെ കയറി പോവേണ്ടി വരുമോ, ആനയോ പുലിയോ കരിമൂർക്കനോ മുന്നിൽ വന്ന് ചാടുമോ എന്നൊക്കെയുള്ള ആലോചനകൾ ഉള്ളു നിറയെ വല്ലാത്തൊരു മൂടൽ അങ്ങനെ പരത്തിയിട്ടുണ്ട്. അപ്പോൾ കയറ്റം ആരംഭത്തിലേതിനേക്കാൾ എത്രയോ ആയാസകരമായി തുടങ്ങുകയായിരുന്നു എന്ന് അദ്ദേഹം പറയും. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഓരോരോ മരക്കമ്പുകൾ സംഘടിപ്പിച്ചിട്ടാണ് അത് ഊന്നുവടിയാക്കിയിട്ടാണ് അവരിങ്ങനെ പിന്നെ കയറാനായിട്ട് തുടങ്ങിയത്. കാരണം കുത്തനെയുള്ള നല്ല കയറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഷർട്ടഴിച്ച് ചുമലിട്ടു. നടത്തത്തിന് പുതിയൊരു താളക്രമം വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടോ എന്തൊക്കെയോ ഉത്കണ്ഠകൾ കുടഞ്ഞേറിയത് കൊണ്ടോ പെട്ടെന്ന് ദാമു ഒരു തെറിപ്പാട്ട് പാടാനായിട്ട് തുടങ്ങി. അപ്പോൾ അവൻ നിർത്തിയിടത്ത് വെച്ച് നമ്മളുടെ ലേഖനം തുടർന്നു. വളരെ വേഗം തെറിപ്പാട്ടിൻ്റെ ഒരക്ഷര ശ്ലോക മത്സരത്തിൽ കാട്ടുവഴി കുലുങ്ങിച്ചിരിച്ചു. കാരണം തെറിപ്പാട്ടുകൾ അങ്ങനെ പാടുമ്പോൾ അവർക്കൊരാവേശം അങ്ങനെ കിട്ടി. അപ്പോൾ അമ്പമ്പോ ലൈംഗിക ഭാവനയുടെ എത്രയെത്ര നാടോടി വൈചിത്ര്യങ്ങൾ, മടുപ്പും തളർച്ചയും മനസ്സിലെ വിങ്ങലുകളുമൊക്കെ അകറ്റാൻ ഈ പാട്ടുകൾക്കുള്ള അപാരമായിട്ടുള്ള കഴിവ് എത്ര സ്വാഭാവികമാണെന്ന് അവർക്ക് ആ സമയത്താണ് ബോധ്യപ്പെട്ടത്. അപ്പോൾ സഭ്യതയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് തുള്ളിത്തെറിക്കുന്ന ഓരോ വാക്കും പാടുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും ഞരമ്പുകളെ ത്രസിപ്പിക്കുന്നു. അത് പുതിയൊരു ഉണർവും ഊർജ്ജവും ആവേശവുമായിട്ട് പരിണമിക്കുന്നു. അപ്പോൾ തെറിപ്പാട്ടുകളാണ് പിന്നെ അവരുടെ ശരീരത്തിന് ഊർജ്ജം നൽകിയത് എന്ന് പറയും.
അപ്പോൾ ഏതായാലും ആ തെറിപ്പാട്ടുകളായിട്ട് അവരങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നടത്തം തുടങ്ങി 2 മണിക്കൂറിലേറെ കഴിഞ്ഞപ്പോഴേ അവർ കുറുമ്പുല്ല് മാത്രം വളരുന്ന ചെറിയൊരു തുറസ്സിൽ എത്തി. വെളിച്ചം എന്ന തോറ്റംപാട്ടുകളിലും ബാണ, നിരവ എന്നൊക്കെ നാട്ടുമൊഴികളിലും പറയുന്ന ഇത്തരം പുൽമേടുകൾ പകൽ വെളിച്ചത്തിന് അസാധാരണമായിട്ടുള്ള തിളക്കവും ഭംഗിയുണ്ടാവും. അപ്പോൾ അടുത്ത് തന്നെ വലിയൊരു പാറക്കെട്ടിനടുത്ത് ഈറ്റുനീര് കിനിഞ്ഞെത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ചുറ്റിലും ഓജസ്സുള്ള പച്ച തഴപ്പുകൾ. അപ്പോൾ ആ ഊറ്റുനീരിങ്ങനെ കിനിഞ്ഞെത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ പുൽപ്പരപ്പുമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എന്നാൽ എന്തെങ്കിലും കഴിക്കാം എന്ന് അവർ തീരുമാനിക്കുകയാണ്. വെള്ളത്തിനുള്ള സൗകര്യമുണ്ട്, ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പൊതി കഴിച്ചു, തേങ്ങകൾ പാറയിലിടിച്ച് പൊട്ടിച്ചു. ഇതൊക്കെ കുറച്ച് മുമ്പേ ആകാമായിരുന്നു എന്ന തോന്നലിലും വെപ്രാളത്തിലും ആയിരുന്നു അവർ എല്ലാവരും. എന്നിട്ട് അവിലും തേങ്ങയും വെല്ലവും ഒക്കെ കണ്ണടച്ച് തുടക്കം മുമ്പ് എന്ന പോലെ തീർന്നു. കാരണം അതിന് മാത്രം വിശന്നിട്ടുണ്ട്. 2 മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട്, അതും കുത്തനെയുള്ള കയറ്റാണ്. ചിരട്ട വെച്ച് പിടിച്ചെടുത്ത ഊറ്റുനീരിന് സുഗതമായ തണുപ്പും രുചിയുണ്ടായിരുന്നു. ആ വെള്ളമാണ് സത്യത്തിൽ അവരുടെ വിശപ്പും തളർച്ചയൊക്കെ അകറ്റിയതെന്ന് അവർക്കിങ്ങനെ തോന്നി. അപ്പോൾ അതിന് മാത്രം ശുദ്ധമായിട്ടുള്ള വെള്ളമാണല്ലോ. പാറക്കെട്ട് പിന്നിട്ട് ഇത്തിരി ദൂരം കൂടി മേൽപോട്ട് പോയപ്പോൾ പടവുകൾ വെട്ടിയ പുരാതനമായിട്ടുള്ള ഒരു കൽപ്പാത കണ്ടു. പയ്യാവൂർ ഉത്സവത്തിന് കുടകരെ കാളപ്പുറത്ത് അതും അരിയുമായിട്ട് വരുന്ന വഴിയാണത് എന്ന് പറയും. അപ്പോൾ എന്നോ ആരംഭിച്ച കുടകു മലയാളി ബന്ധത്തിൻ്റെ അനേകം അടയാളങ്ങളിൽ ഒന്ന്. അപ്പോൾ ഈ കൽപ്പാതയും കയറി ചെന്നപ്പോൾ അതാ തൊട്ടപ്പുറത്ത് ആ ഒറ്റമരം കഴിഞ്ഞ സന്ധ്യയിൽ അകലക്കാഴ്ചയിലും ഞങ്ങളുടെ മനസ്സിലെ സാന്ദ്രമായൊരു സാന്നിധ്യമായി തീർന്ന മരം എന്ന് അദ്ദേഹം അങ്ങനെ വിചാരിച്ചു. മരമേ എന്നൊക്കെ അപ്പോൾ അറിയാണ്ട് വിളിച്ചുപോയി. കാരണം തലേദിവസം സന്ധ്യാസമയത്ത് പറഞ്ഞല്ലോ, ആ കാണുന്ന മരത്തിൻ്റെ അവിടെയാണ് കുടക്. അപ്പോൾ ആ മരത്തെ ലക്ഷ്യമാക്കിയിട്ടാണല്ലോ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അറിയാണ്ട് തന്നെ ആ മരത്തെ അങ്ങനെ വിളിച്ചുപോയി എന്ന് അദ്ദേഹം പറയും. അപ്പോൾ അതൊരു മരമാണെന്ന് അവർക്ക് തോന്നിയില്ല. മാനുഷികമായിട്ടുള്ള എന്തൊക്കെയോ ഭാവങ്ങളും വികാരങ്ങളും ആവാഹിച്ചു നിൽക്കുന്ന വ്യത്യസ്തവും മനോഹരവുമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. എന്നിട്ട് അവരതിനെ കെട്ടിപ്പിടിച്ചു, തഴുകിയും അതിൻ്റെ തടിയിലെ തെരുത്തരെ ഉമ്മ വെച്ചു. ഒറ്റമരം കഴിഞ്ഞ് പിന്നെയും കയറി പോയപ്പോഴാണ് വെയിൽ വെട്ടി തിളങ്ങുന്ന കുന്നിൻ ചെരുവിലെ പുൽപ്പരപ്പിലെ ആടിനെ മേയ്ക്കുന്ന കുട്ടികളെ കണ്ടത്. അപ്പോൾ അകലെ നിന്ന് കണ്ണിൽപ്പെട്ടപ്പോഴേ അവരിങ്ങനെ കൂവി വിളിച്ച് സൗഹൃദം അറിയിച്ചു. മറുകൂവൽ കൊണ്ട് ഇവരപ്പോഴേക്കും അത് പകരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുടകിലെത്തി. ആ മരം കണ്ടു. മരത്തിൻ്റെ അപ്പുറത്ത് പുൽമേടുകളും അവിടെ ആടും മേയ്ക്കുന്ന കുട്ടികളെയും ഒക്കെ കാണുകയാണ്. അപ്പോൾ കുടകിലെത്തിയിരിക്കുന്നു എന്ന് അവർക്ക് യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ടത് ആ കുട്ടികളുടെ ദേശപകർച്ചയുടെ അനുഭവം മനുഷ്യരീതിയിലൂടെ ബോധ്യപ്പെടുമ്പോഴുണ്ടാകുന്ന അനുഭവം അതൊന്ന് വേറെ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ പല ദശകങ്ങൾക്ക് മുമ്പ് എഞ്ചിനീയർ എന്ന കവിതയിൽ NV കൃഷ്ണവാര്യരെ ഈ മട്ടിലൊരു കുടക അനുഭവം വിവരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ആ NV കൃഷ്ണവാര്യരുടെ ആ കവിതയുടെ വരികൾ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കാലിമേയ്ക്കുന്ന കുട്ടികൾ ഉണർത്തിയ കൗതുകം മായുന്നതിന് മുമ്പ് വഴിയരികിൽ ഒരു കനാലിൻ്റെ പണിയിൽ ഏർപ്പെട്ടിരുന്ന ലുഗിയും ഫുൾക്കൈ ഷർട്ടും ധരിച്ച സ്ത്രീകളെയും അല്പവസ്ത്രക്കാരായിട്ടുള്ള പുരുഷന്മാരെയും കണ്ടു. അപ്പോൾ പണിക്കാരെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മേസ്തിരിയുടെ മട്ടും ഭാവവുമായിട്ട് കാക്കി ട്രൗസറും കാക്കി ഷർട്ടും ധരിച്ച ഉറച്ച ശരീരമുള്ള കറുത്ത ഒരു മധ്യവയസ്കൻ കനാലിൻ്റെ കരയിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അയാളോട് ഇവരിങ്ങനെ ചെയ്യണ്ടനയിലേക്കുള്ള വഴി ചോദിക്കുകയാണ്. അവിടെ പിന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട്. അപ്പോൾ അതിൻ്റെ കാര്യസ്ഥൻ എന്ന് തോന്നുന്ന ആളോടാണ് ചോദിച്ചത്. അപ്പോൾ ബേബിക്ക് വഴി അറിയാഞ്ഞിട്ടല്ല, പക്ഷേ കുടകു നാട്ടുകാരനായ ഒരാളെ പരിചയപ്പെട്ട് തുടങ്ങുന്നതിനുള്ള എളുപ്പവഴി അങ്ങനെ ഒരു ചോദ്യമാണെന്ന് അവർ വിചാരിച്ചു. ആ മറുപടി തരുന്നതിന് പകരം ആ മനുഷ്യൻ അവരുടെ കൂടെ വരികയാണ് ചെയ്തത്. അപ്പോൾ കറുത്തൻ എന്നായിരുന്നു അയാളുടെ പേര്. കുടിച്ച് പിപ്പിരിയായിരുന്നു കറുത്തൻ. എന്നിട്ടും കാക്കി ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് അയാളെ കുപ്പിയെടുത്ത് തുറന്ന ഒരു കവിളിനുള്ളത് വായിലൊഴിക്കുകയും കേരളവും കർണാടകവും കാശ്മീരും എല്ലാം തനിക്ക് ഒരുപോലെയാണെന്ന് അയാൾ മലയാളവും കർണാടകവും ഹിന്ദിയും കൂടിക്കലർന്ന ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ വെറും ഒരു കുടിയനല്ല എന്ന് അയാൾ തുടർന്നു. എന്നിട്ട് സർവീസിലായിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി സ്റ്റാഫിലുണ്ടായിരുന്നു. രാജീവ് ഗാന്ധിയെ ഞാൻ ഈ ചുമലിലിരുത്തി നടന്നിട്ടുണ്ട് ഒക്കെ അയാളിങ്ങനെ വളരെ അഭിമാനത്തോടെയും ആവേശത്തോടെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അയാൾ പിന്നെയും പോക്കറ്റിൽ നിന്ന് കുപ്പിയെടുത്തു. ഇപ്പോൾ പരിചയപ്പെട്ട ആ ഒരു
മേസ്തിരിയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അയാൾ സർവീസിലായിരുന്നു, മിലിറ്ററി സർവീസിലായിരുന്നു. ഇന്ദിരാഗാന്ധിക്കൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാജീവ് ഗാന്ധി എടുത്ത് നടന്നിട്ടുണ്ട് എന്നൊക്കെ വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു. അപ്പോൾ തൻ്റെ കഥകളൊക്കെ വളരെ ആവേശത്തിൽ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറുത്തൻ്റെ വലിയ കണ്ണുകൾ പുറത്തേക്കുന്തി വരുന്നതും വാക്കുകൾ ചരൽക്കല്ലുകൾ പോലെ ആവുന്നതുമൊക്കെ അവരെ പേടിപ്പിച്ചു എന്ന് പറയണം. കാരണം കുടിച്ചുകൊണ്ടാണല്ലോ ഒപ്പം നടക്കുന്നത്. പൊടുന്നനെ മഴ കോരിച്ചൊരിയാനായിട്ട് തുടങ്ങി. കുടകിലെ മഴ അങ്ങനെയാണ്, 1000 ആനകൾ ചിഹ്നം വിളിച്ചെത്തുന്നത് പോലെ എന്ന് ആരോ അതിന് വിവരിച്ചിട്ടുണ്ട് എന്ന് പറയണം. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്തെങ്ങും വീടോ കുടിയോ മരമോ ഒന്നും തന്നെ കണ്ടില്ല. കറുത്തനാണെങ്കിൽ ഒരു കൂസലുമില്ലാതെ ആടിയിട്ട് നടക്കുകയാണ്. അയാൾ ഇവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണല്ലോ, ചെയ്യണ്ടനയിലേക്കുള്ള വഴി. അപ്പോൾ ഏതായാലും പെട്ടെന്ന് അയാളൊരു നിൽപ്പ് നിന്നു. പിന്നെ ആർത്തു പെയ്യുന്ന മഴയെ കുസാതെ ആ പഴയ പട്ടാളക്കാരൻ വെടിവെപ്പ് തുടങ്ങി. ഏതോ ഒരു ഉൾക്കാഴ്ചയിൽ ഉഗ്രവീര്യനായി തീർന്നിരുന്നു അയാൾ. സങ്കല്പത്തിൽ താൻ കയ്യിലേന്തിയ തോക്കിൻ്റെ കാഞ്ചി പിന്നെയും പിന്നെയും വലിക്കുന്ന കറുത്തന് മേലെ അയാളെ കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്ക് മേലെ കുടകുമഴ ചൊരിഞ്ഞു എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ കറുത്തന് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നിയിട്ട് അയാൾ വെടിവെപ്പ് തുടങ്ങി. അപ്പോൾ അയാളുടെ ഒപ്പം നിൽക്കുന്ന നമ്മളുടെ ലേഖകനടക്കമുള്ള സംഘം ഇത് കണ്ട് മിഴിച്ചു നിൽക്കുകയാണ്. ഈ സമയത്ത് മഴ തിമർത്ത് പെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അതോടുകൂടി അവിടെ 2ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്.